വെൽക്കം ടു മലയാളി കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ മീൻകറിയാണ്. ഇത് വളരെ ടേസ്റ്റിയുള്ള ഒരു മീൻകറിയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ നാടൻ മീൻകറിയിലേക്ക് ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ ആവശ്യത്തിന് വൃത്തിയായി നന്നാക്കി കഴുകി നുറുക്കിയത്, സ്വല്പം ഒരു 3-4 ചീന്ത് കൊടപ്പുളി, ഒരു തക്കാളി, പിന്നെ കുറച്ച് നാളികേരം, വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ചുമന്നുള്ളി, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, എണ്ണ. നമുക്ക് ഈ ചിരകി വെച്ചിട്ടുള്ള നാളികേരത്തിലേക്ക് ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം ചേർക്കാം. ഇനി ഇത് നന്നായി നമുക്ക് മിക്സിയിൽ നല്ല പോലെ അടിച്ചെടുക്കണം. മീൻ കറിയിലേക്ക് നാളികേരം നന്നായി അരയണം. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നാളികേരം നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഇനി നമുക്ക് മീൻ കറി വെക്കാൻ പറ്റിയ ഒരു പാത്രം സ്റ്റൗമ്മ വയ്ക്കാം. സ്റ്റൗ കത്തിക്കാം. കുറച്ച് ഓയിൽ ഒറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സബോള വേഗം വാടാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അടുത്തായിട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടാം, വേപ്പില ഇടാം. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും പിന്നെ തക്കാളിയും സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളകും പൊടി കുറച്ച് മീൻ കറിയിലേക്ക് കുറച്ച് കൂടെ വേണം. അത് കാരണം നമുക്ക് ഈ സ്പൂൺ കൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരു കുടപ്പുളിയുടെ പകുതി കൊണ്ട് നമ്മൾ 4 ചീന്തിയായിട്ടുള്ള കഷ്ണങ്ങളാണ്. ഇത്രയും കുടപ്പുളി മതിയാവും. ഇതിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു തിളപ്പിക്കാം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇവിടെ നാളികേരം അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒരു തിളപ്പിക്കണം. ഇനി നമുക്ക് ഇത് തള വരാൻ തുടങ്ങി അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഉപ്പും പൊടി ചേർക്കാം. എന്നിട്ട് നന്നായി 2 തള തിളയ്ക്കണം. ഇതിപ്പോൾ 2-3 തളയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എരിവും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് എരിവ് കുറച്ചും കൂടി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി തിളപ്പിക്കാം. ഇപ്പോൾ കുറച്ച് തളകളൊക്കെ തിളച്ചിട്ട് നമ്മുടെ ഈ ചാറ് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി 2 തളയും കൂടി തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ മീൻ ചേർത്തിട്ട് ഒരു 2-3 തളയൊക്കെ തിളച്ചു. മീൻ ഇപ്പോൾ വെന്തിട്ടുണ്ടാകും. നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് താളിക്കാനായിട്ട് ഒരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഇനി കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഈ മൂപ്പിച്ച ഉള്ളി നമുക്ക് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തനി നാടൻ മീൻകറി തയ്യാറായി. ഇത് വളരെ രുചിയുള്ളൊരു മീൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.